അച്ഛൻ എങ്ങനെയുണ്ട്? ഇതുവരെ കണ്ണു തുറന്നില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? എന്തോ അഞ്ചു ചെയ്യണമെന്ന്. എന്ന് പറഞ്ഞ അഞ്ചു അതാ എന്തോ ട്യൂബൊക്കെ കയറ്റി ചെയ്യണമെന്നാ പറഞ്ഞേ. സത്യമായിട്ട് ഞാൻ കൃപാലിനെ അറിയാം. അവന് വേണ്ടി രുദ്ര എനിക്കറിയാം. ഇത് 40,000 ഉണ്ട്. കൃപാലിന്റെ കൈ കൊടുക്ക്. ഞാൻ തന്നെന്ന് പറയണ്ട. ഇനിയും കാശ് വേണേ പറഞ്ഞാൽ മതി, ഞാൻ അച്ഛൻ്റെ കൊടുത്തേക്കാം. പിച്ചെടുക്കണോ? ഞാൻ പറയുന്നൊന്ന് കേക്ക് കേട്ടോ. ചോറാണോ തിന്നുന്നത് അതോ വേറെ വല്ലതാണോ? അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയ. വലിച്ചെറിയടി. ദയവേത് ഞാൻ പറയുന്നൊന്ന് കേ. കൃപാല് പോയതിനു ശേഷം രുദ്രയുടെ കൊടുത്തേക്ക്. 17-ാം തീയതി രാത്രി 10:30 മണിക്ക് ജാനകിയുടെ വീട്ടിലേക്ക് ഫോൺ വന്നിരുന്നു. ഇത്തവണ 2 പേർ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം സംസാരിച്ചവൻ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. രണ്ടാമത് സംസാരിച്ചവൻ 10 ലക്ഷം മതിയെന്ന് പറഞ്ഞിരിക്കുന്നു. 18th മോർണിംഗ് 10:30 മണിക്ക് സ്വപ്ന തിയേറ്ററിന്റെ എൻട്രൻസിൽ വെച്ച് ഹെൽമറ്റ് ധരിച്ച ഒരുത്തൻ ജാനകിയുടെ അച്ഛന്റെ കയ്യിൽ നിന്നും ആ പണം മേടിച്ചുകൊണ്ടുപോയി. ഉച്ചയ്ക്ക് 1 മണിക്ക് ജാനകിയെ പാതി മയങ്ങിയ നിലയിൽ അവളുടെ വീട്ടിന്റെ മുന്നിൽ കൊണ്ടുവിട്ടിട്ട് പോയിരിക്കുന്നു. ആ കുട്ടിയെ ഒരുത്തൻ 2 തവണ റേപ്പ് ചെയ്തിട്ടുണ്ട്. അവന്റെ നെഞ്ചില് പാമ്പിന്റെ പടം പച്ചകുത്തിയതായി ആ പെൺകുട്ടി കണ്ടിട്ടുണ്ട്. തലമുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. പ്രായം 30-നോടടുത്ത്. എല്ലാവരും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണം. ഈ കാര്യം ലീക്കായ കുറ്റവാളികൾ മുങ്ങും. അതിനേക്കാളും പ്രധാനം റേപ്പ് ചെയ്യപ്പെട്ട ജാനകിയുടെ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. ആരും അറിയരുത്. ഹലോ പ്രഭാകര, ഞാൻ അശോകനാ സംസാരിക്കുന്നത്. എടോ, താൻ ആ ബാറ്ററി മാറ്റിയില്ലേ? മാറ്റിന്നോ? എന്നിട്ടാണോ വണ്ടി ഇപ്പം നടു റോഡിൽ നിന്ന് പോയത്? മാറ്റിയെങ്കിൽ എങ്ങനെയാണോ നിൽക്കുന്നേ? എടോ, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പോകണം. തന്നെ കൊണ്ട് ഞാൻ എടോ വേഗം വണ്ടി അയക്കേ. ഞാനിപ്പോൾ MG റോഡിലാ. ഒന്ന് വേഗം അയക്കണം. എടാ തെണ്ടി, എന്തെങ്കിലും പറ്റിയോ മോളെ? ഇല്ല, ഒന്നും പറ്റില്ല അങ്കിൾ. എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? എന്റെ വീടിവിടെ അടുത്താ. ശരി, സൂക്ഷിച്ചു പോ മോളെ. ഹലോ മോളെ, ഒന്ന് നിന്നേ. നിന്റെ ഷർട്ടിന്റെ പുറയിൽ എന്തോ ഇരിക്കുന്നു. ആ വൃത്തിയിടവൻ ചാണകം തെച്ചിട്ടാണല്ലോ പോയത്. നിനക്കവനെ അറിയോ മോളെ? എനിക്കറിയില്ല. താഴെയുണ്ട് മോളെ, കുറച്ചും കൂടെ താഴെ. ആ കണ്ണാടിയിൽ നോക്കി തുടക്കി മോളെ. സാറേ, ഒരു ഫോണുണ്ട്. ആരാ? എനിക്കറിയില്ല, സാറിനെ വിളിക്കാൻ പറഞ്ഞു. പേര് ചോദിച്ചോ? പേരൊന്നും ഞാൻ ചോദിച്ചില്ല സാർ. ഇത് പ്രിയയുടെ നമ്പറാണല്ലോ. അല്ല സാർ, ഒരാണാ വിളിച്ചത്. ഹലോ ബോസാറാ? നിങ്ങളാരാ? പ്രിയയുടെ ഫോൺ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നത്? ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്കണം. ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. തനിക്കൊരു മോളുണ്ടല്ലോ, അവൾ എൻ്റെ അടുത്തുണ്ട്. ദീപം, ഒരു നിമിഷം, നീ വയ്ക്കോ. ആരോടാ സംസാരിക്കുന്നേ? എൻ്റെ ഒരു കൂട്ടുകാരനാ, നീ പോയിക്കോ.
ഹലോ, ഞാൻ പോലീസിലൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ മോളോട് സംസാരിക്കണം. തന്റെ മോൾ ഇവിടെ ഉണ്ട്. അവിടെ ഫോണിൽ നിന്നാ സംസാരിക്കുന്നത്. ഫോൺ അവളുടെ തന്നെയാണ്. പക്ഷെ അവൾ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് എനിക്ക് അങ്ങനെ അറിയാം. ഇവിടെ ഉണ്ട്. ഉറക്കവാ. എന്താ, ഉറക്കമാണെന്നോ? എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം. നിങ്ങൾ പറഞ്ഞ് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് എൻ്റെ മോളോട് സംസാരിക്കണം. ദയാ, തന്തയ്ക്ക് അവളോട് സംസാരിക്കണമെന്ന്. അവൾ ഇപ്പോഴൊന്നും എണീക്കില്ല. എണീക്കാൻ കുറച്ച് വൈകും. ബോസാറേ, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും തരികട കാണിക്കാൻ നോക്കിയാ പെണ്ണ് കാണുകയല്ല. എന്താടാ നീ ചിരിക്കുന്നത്? എന്തിനാടാ ചിരിക്കുന്നത്? ഒരു ചതി തോന്നുന്നില്ലേ?